നോമ്പ് നാലാം ഞായർ മത്തായി 5:27-32 വരെയുള്ള വാക്യങ്ങൾ. വ്യഭിചരിക്കുന്ന ശരീരവും മനസ്സും. ഈ തലക്കെട്ടിൽ ഇന്നത്തെ സുവിശേഷ ചിന്തകളെ സമാഹരിക്കുവാൻ ഞാൻ പരിശ്രമിക്കുകയാണ്. വഴിതെറ്റി നടക്കുക എന്ന അർത്ഥമാണ് വ്യഭിചരിക്കുക എന്ന വാക്കിനുള്ളത്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ശരീരത്തിന് ബഹുദൂരം സഞ്ചരിക്കുവാൻ സാധിക്കും. തന്നിൽ നിന്ന് തന്നെയും അകന്നു പോകുവാനും സാധിക്കും. അത് പലപ്പോഴും രഹസ്യത്തിലുള്ള വഴിതെറ്റിയുള്ള യാത്രയായിരിക്കാം. കണ്ണുകൊണ്ടും കാതുകൊണ്ടും അന്യൻ്റെ ഇടങ്ങളിലും സ്വകാര്യതയിലും കടന്നു കയറുവാൻ സാധിക്കും. അതുപോലെ തന്നെ തിരിച്ചും സംഭവിക്കാം. അതുവഴി നിൻ്റേതായ ഇടവും സ്വകാര്യതയും സംരക്ഷിക്കുവാൻ നിനക്ക് സാധിക്കാതെയും പോകുന്നു. അന്യനകത്ത് പ്രവേശിച്ച് അവിടെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. നമുക്ക് സ്വന്തമായി ഇവിടെ അപഹരിക്കപ്പെടുന്നു. അതും ഒരു വ്യഭിചാരമാണ്. അതുവഴി നമ്മൾ ചൂഷണത്തിന് വിധേയരാകുന്നു. നമ്മുടെ അറിവും സമ്മതവുമില്ലാതെ നമ്മുടെ പരിശുദ്ധിയെ അന്യൻ അപഹരിക്കുന്നു. നമ്മുടെ ഭവനം നമ്മുടേതല്ലാതായിത്തീരുന്നു. വാതിലടയ്ക്കാത്ത അല്ലെങ്കിൽ വാതിൽ തുറന്നു കിടക്കുന്ന ഭവനമായിത്തീരുന്നു നമ്മുടെ ജീവിതം. അബദ്ധസഞ്ചാരം നടത്തി ഉള്ളിൽ കടന്നുകൂടുന്നവരാണ് നമ്മളറിയാതെ നമ്മിലെ വിലപ്പെട്ടവയെ മോഷ്ടിക്കുന്നത്. അതുവഴി ബലഹീനർ ഇരകളായിത്തീരുന്നു. ഇരവാദത്തിൻ്റെ കാലത്തല്ലേ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ആരാണ് ഇര, ആരാണ് വേടൻ എന്ന് തിരിച്ചറിയുവാൻ പറ്റാത്ത വിധം സങ്കീർണമാണ് ഇന്നത്തെ പല സംഭവങ്ങളും വെളിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ. നമ്മുടെ ശരീരമാണ് നമ്മുടെ ആദ്യത്തെ ഭവനം, അല്ലെങ്കിൽ ശരിക്കുമുള്ള ഭവനം. അവിടെയാണ് നമ്മുടെ തനിമ, യുണീക്ക്നെസ് വസിക്കുന്നത്. തനിമ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സ്വന്തമായിട്ടുള്ളതാണ്. മറ്റുള്ളവർ നമുക്ക് തരുന്നതല്ല നമ്മുടെ തനിമ. മറ്റുള്ളവർ അത് അപഹരിക്കുകയാണെങ്കിൽ അവർക്കത് സ്വന്തമാക്കുവാൻ സാധിക്കുകയുമില്ല. നമുക്കത് നഷ്ടപ്പെടുകയും ചെയ്യും. അത് സംഭവിക്കുന്നത് നമ്മുടെ ഭവനം വിട്ട് വാതിലടയ്ക്കാതെ നമ്മിൽ നിന്നും അകന്നു പോകുമ്പോഴാണ്. ഈ അകന്നു പോകൽ വ്യതിചലിക്കലാണ്, വ്യഭിചരിക്കലാണ്. കർത്താവിൻ്റെ ഉപമകളിൽ നിന്ന് ഒന്ന് പറയുന്നത് പോലെ അശുദ്ധാരൂപി തക്കം നോക്കി നമ്മിൽ വന്ന് വാസമുറപ്പിക്കുന്നു. അത് നമ്മിൽ വസിക്കുമ്പോൾ നമ്മളാകുന്ന ഭവനം അന്യവൽക്കരിക്കപ്പെട്ടു പോകുന്നു. വ്യഭിചാരത്തിൽ സംഭവിക്കുന്നത് അതാണ്. അശുദ്ധാരൂപി വഴിയുള്ള പരസംഗമമെന്ന് അതിനെ വിളിക്കാം. നമ്മുടെ ഹൃദയം ഒരു വാസസ്ഥലം പോലെയാണ്. അത് നമുക്ക് സ്വന്തമായ ഇടമാണ്. എന്നാൽ അതിന് അതിരുകളില്ല, അകലങ്ങളുമില്ല. അവിടെയെല്ലാം അനുഭവിക്കാം. അവിടെ നിന്നും എങ്ങോട്ടേക്കും യാത്ര ചെയ്യാം, ആരുമറിയാതെ. അതുപോലെ ആരുമറിയാതെ, അനുവാദമില്ലാതെ അന്യൻ്റെ സ്വകാര്യതയിലും കടന്നുകൂടാം. അതിനെയാണ് കർത്താവീശോ വ്യഭിചാരം എന്ന് വിളിക്കുന്നത്. ആസക്തിയോടെ സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ നോക്കുന്നവൻ അല്ലെങ്കിൽ നോക്കുന്നവൾ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഇവിടെ ഹൃദയമാണ് വ്യഭിചാരം ചെയ്യപ്പെടുന്നത്. കണ്ണാണ് പഞ്ചേന്ദ്രിയങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ. കണ്ണാണ് അകലെയുള്ളവ കാണുന്നത്. കാതുകളാണ് കണ്ണിൻ്റെ അടുത്ത സഹപ്രവർത്തകർ, കോ പൈലറ്റ്സ് എന്നവരെ വിളിക്കാം. അകലങ്ങളിലുള്ളവ കേൾവിയിലൂടെ അടുത്തറിയുന്നു. കേൾവി ശ്രദ്ധയെ അങ്ങോട്ട് തിരിക്കുന്നു. കാഴ്ചയ്ക്കൊപ്പം കേൾവിയും തോളിൽ കൈയിട്ട് യാത്ര ചെയ്യുന്നു. അവർ സഹപ്രവർത്തകരാണ്. അവർ ഒന്നിച്ച് പ്ലോട്ടുകൾക്ക് രൂപം കൊടുക്കുന്നു. അവർ വ്യഭിചാരത്തിന് വഴിയൊരുക്കുകയും കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു. കാഴ്ചയും കേൾവിയും അകലെയുള്ളതിനെ അടുത്തെത്തിയാൽ സ്പർശനമാണ് പലതിനെയും സ്വന്തമാക്കുന്നത്. സ്പർശനം ബാഹ്യമാണെങ്കിലും സ്പർശനാനുഭവം ഉള്ളുവരെ എത്തുന്നു. അത് വികാരങ്ങളെ ഉണർത്തുന്നു. വികാരങ്ങൾ പലപ്പോഴും വിചാരത്തിന് പിടികൊടുക്കാതെയും ചിന്തയ്ക്ക് ഇടം കൊടുക്കാതെയും സ്വഭവനത്തിൽ നിന്നും പുറത്തു കടക്കുന്നു. അങ്ങനെ വെളിയിൽ കടന്ന് പരസംഗമത്തിനുള്ള ഇടം കണ്ടെത്തുന്നു. കർത്താവീശോ കരങ്ങളെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. കരങ്ങൾ വഴിയാണ് നമ്മൾ മിക്കതും സ്വന്തമാക്കുവാൻ പരിശ്രമിക്കുന്നത്. അശുദ്ധി തേടുന്ന കരങ്ങൾക്ക് ശരീരത്തിൽ സ്ഥാനമുണ്ടാകുവാൻ പാടില്ല എന്ന് കർത്താവ് പറയുന്നത് അതുകൊണ്ടാണ്. നിൻ്റേത് വലത് കരം നിനക്ക് പാപഹേതുമാകുന്നുണ്ടെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. അതുപോലെ നിൻ്റെ വലത് കണ്ണ് നിനക്ക് പാപഹേതുകമാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ഇങ്ങനെയാണ് കർത്താവിൻ്റെ കാർക്കശ്യമുള്ള വാക്കുകൾ. കണ്ണും കാതും കരങ്ങളുമെല്ലാം ശരീരത്തിൻ്റെ വാതായനങ്ങളാണ്. അവയാണ് ശരീരത്തിന് ആവശ്യമായ തുറവിയും സ്വാതന്ത്ര്യവും നൽകേണ്ടത്. എന്നാൽ അവ എപ്പോഴും തുറന്നു കിടന്നാൽ ഭവനം അന്യാധീനപ്പെട്ടു പോകും. അതിനെയാണ് കർത്താവ് വ്യഭിചാരം എന്ന വാക്കുകൊണ്ട് വീക്ഷിക്കുന്നത്. കർത്താവീശോ ശരീരത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ശരീരം അതിൽ തന്നെ പരിശുദ്ധമായിരിക്കണം. അതാണ് നമ്മുടെ ഭവനം. ആ ഭവനത്തിലാണ് നമ്മിലെ തനിമ വസിക്കേണ്ടത്. ശരീരം കണ്ടുമുട്ടലിൻ്റെ ഇടം കൂടിയാണ്. ആദ്യമായി ദൈവത്തെയാണ് നമ്മൾ അവിടെ കണ്ടുമുട്ടുന്നത്. അതായത് അരൂപിയായതിനെ, അദൃശ്യമായതിനെ, സ്വർഗത്തെ തന്നെ കണ്ടുമുട്ടുന്ന ഇടമാണ് നമ്മുടെ ശരീരം. ശരീരം ഈ അർത്ഥത്തിൽ ആത്മീയമായൊരു യാഥാർത്ഥ്യമാണ്. ആത്മാവുമായി ഗാഠബന്ധത്തിലായിരിക്കുന്ന ഇടമോ അവസ്ഥയോ ആണ് ശരീരം. നമ്മുടെ ശരീരം ഈ അർത്ഥത്തിൽ നമ്മുടേത് മാത്രമല്ല, നമ്മുടെ സ്വന്തവുമല്ല. അത് ദൈവത്തിനുള്ള ഇടമാണ്. അത് അവിടുത്തെ ഭവനമാണ്. അവിടുന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരം ഒരു ദേവാലയമാകുന്നത്. അവിടെ തന്നെയാണ് നമ്മുടെ തനിമയുടെ ഇടവും. അതിനെ ആന്തരികത എന്ന് വിളിക്കാം.
ആന്തരികത ഒരു ഇടമായി നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ നമ്മുടെ ആത്മാവെന്ന് വിളിക്കുന്നു. ഒരു ഭവനം എന്ന നിലയിൽ ഇതാണ് ശരീരമെന്ന ഭവനത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥം. ദൈവം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആന്തരികതയിൽ വസിക്കുന്നത് നമ്മുടെ ആത്മാവ് തന്നെയാണ്. ശരീരം ആത്മാവിന് വാസസ്ഥലമാണ്. എന്നാൽ ആത്മാവിലൂടെയാണ് ശരീരം സ്വയം കണ്ടെത്തുന്നത്. അങ്ങനെ അവ പരസ്പര പൂരകമാകുന്നു, അല്ലെങ്കിൽ ഒന്നിൻ്റെ തന്നെ ദ്വിവിധ ആവിഷ്കാരം, ടു ഫോൾഡ് എക്സ്പ്രഷൻ ആകുന്നു. ഒരു ഭവനം ഭവനമായി ഭവിക്കുന്നത് സ്നേഹബന്ധത്തിലൂടെയാണ്. പുരുഷനും സ്ത്രീയും സ്നേഹത്തിലൂടെ സൃഷ്ടിക്കുന്ന കൂട്ടായ്മയാണ് ഒരു ഭവനമെന്നത്. അതിൻ്റെ വളർച്ചയും വികസനവും പൂർത്തീകരണവും അവരിലൂടെ ജനിക്കുന്ന മക്കളിലൂടെയുമാണ്. മാതാപിതാക്കൾ പരസ്പരവും മക്കളുമായും അതുപോലെ മറിച്ചും ഉള്ള സ്നേഹബന്ധത്തിന് വൈവിധ്യത്തിലുള്ള തനിമയുണ്ട്. അതിനൊരു സ്ഥായിയായ ഭാവവും തുടർച്ചയുമുണ്ട്. ഈ സ്നേഹബന്ധം ശിഥിലമാക്കുന്നത് പരസ്പരമുള്ള സമർപ്പണവും വിശ്വാസവും നഷ്ടപ്പെടുത്തുന്നിടത്താണ്. ഒന്നിച്ചുള്ള യാത്രയിൽ വ്യതിയാനം ഉണ്ടാകുന്നതാണ് വ്യഭിചരണം. ഒരാൾ ഒറ്റയ്ക്ക് അകന്നു പോകുക, അതുവഴി ഹൃദയങ്ങൾ വഴിപിരിയുമ്പോൾ കൂട്ടിനായി അന്യവ്യക്തിയെ തേടുക, അതുവഴി ആദ്യ സ്നേഹത്തിൻ്റെ മാന്ത്രികത നഷ്ടപ്പെടുത്തുക, ബന്ധങ്ങൾ മുറിക്കുക, ഇതെല്ലാമാണ് വിവാഹമോചനം വരെ എത്തുന്ന വഴിപിരിയലിൻ്റെ കഥ. ഇതേക്കുറിച്ചാണ് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗത്ത് പറയുന്നത്. ദൈവം ഒന്നിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കാതിരിക്കട്ടെ എന്ന തുടങ്ങുന്ന വിവാഹബന്ധത്തിലെ ഐക്യത്തെക്കുറിച്ചുള്ള സുവിശേഷം അവർക്ക് വേണ്ടിയുള്ള ദൈവകൽപ്പനയാണ്. ഇനിമേൽ അവർ ഒന്നല്ല, അവർ രണ്ടല്ല, അവർ ഒന്നിച്ച് ഒരു ശരീരമായി തീരുന്നു എന്ന വേദപുസ്തക പ്രബോധനം ആഴമായ ഉൾക്കാഴ്ചയുടെ ആവിഷ്കാരമാണ്. ചരിത്രപരമായി കൈമാറിയിട്ടുള്ള അനുഭവങ്ങളുടെയും അറിവിൻ്റെയും ആകത്തുകയാണ് ഈ ഉത്ബോധനവും അതിൻ്റെ പിന്നിലെ ഉൾക്കാഴ്ചയും. ഇവിടെ ശരീരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എത്ര ആത്മീയവും ആന്തരികവുമാണെന്ന് നമുക്ക് മനസ്സിലാകും ഇനിമേൽ അവർ രണ്ടല്ല എന്ന താത്വിക വിശകലനത്തിലൂടെ. നിൻ്റെ ശരീരം ഇനിമേൽ നിൻ്റെ സ്വന്തമല്ല. ഒരു പാർട്ട്ണർഷിപ്പിനുള്ള ഉടമസ്ഥാവകാശമേ നിൻ്റെ ശരീരത്തിന്മേൽ നിനക്കുള്ളൂ. എന്നാൽ അതുവഴി ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഉടമ്പടിയിലൂടെ മറ്റൊരു ശരീരത്തിന്മേൽ നിനക്ക് അവകാശവും ലഭിക്കുന്നു. പാർട്ട്ണർഷിപ്പ് എന്നത് വളർച്ചയും പൂർത്തീകരണവുമാണ്. ഈ താത്വിക ചിന്തകളും ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. മനുഷ്യ വ്യക്തിത്വത്തിൽ തനിമയുടെ ആഴവും അർത്ഥവും കണ്ടെത്തുന്നതാണ് വിവാഹ ജീവിതം. അതിൽ വ്യക്തിപരവും ചരിത്രപരവുമായ വളർച്ചയുണ്ട്. അതുവഴി മനുഷ്യൻ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു. നിൻ്റെ ശരീരവും ആത്മാവുമായ അനുഭവങ്ങൾ ഒരു കൂട്ടായ്മയിൽ പങ്കുവയ്ക്കപ്പെടുന്നു. അത് സംഭാഷണം അല്ലെങ്കിൽ ഡയലോഗാകുന്നു. അതുവഴി നീ ഏകാന്തതയിൽ നിന്ന് മോചിതനായി കൂട്ടായ്മയുടെ ഭാഗമായി തീരുന്നു. നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നെറ്റ്വർക്കിൻ്റെ ബന്ധപ്പെടലിൻ്റെ ഒരു ശൃംഖലയിൽ നിന്നിൽ നിന്നും ആരംഭിക്കുന്നു. ഞാൻ, നീ, ഐ ദൗ റിലേഷൻഷിപ്പ് എന്ന ബന്ധം അങ്ങനെയാണ് വളരുന്നതും അറിവും അനുഭവവുമായി പൂർത്തിയാക്കപ്പെടുന്നതും. ഈ ഉൾക്കാഴ്ചയാണ് വേദപുസ്തകം ഒരു പ്രമാണമെന്ന നിലയിൽ മനുഷ്യന് നൽകുന്നത്. അങ്ങനെ വ്യഭിചാരമെന്നത് ആത്മഹത്യാപരമായ ഒന്നാണെന്ന ഉൾക്കാഴ്ചയിലേക്ക് നമ്മൾ എത്തുന്നു. ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ബന്ധത്തിൻ്റെ പ്രതീകം കൂടിയാണ് വിവാഹബന്ധം. ഈ പ്രതീകം വഴി ദൈവം തൻ്റെ ഹൃദയം തുറക്കുകയാണ്. ഒരു പുതിയ രീതിയിലുള്ള സംഭാഷണം, ഡയലോഗ് മനുഷ്യനുമായി അവിടുന്ന് ആരംഭിക്കുന്നു. പങ്കുവയ്ക്കലും പങ്കുപറ്റലും വളർച്ചയും വിപുലീകരണവുമാണ് വിവാഹ ജീവിതത്തെ ചരിത്രത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ഏറ്റവും മനോഹരമായ ആവിഷ്കാരമാക്കുന്നത്. ഈ ഉൾക്കാഴ്ചയിലേക്ക് വളരണമെന്നാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വസ്തതയും വിശുദ്ധിയും ദൈവം മനുഷ്യന് നൽകിയ ഒരേ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ദൈവം തന്നെ രൂപകൽപ്പന ചെയ്ത ഇരുവശങ്ങളാണ് ഈ നാണയത്തെ വിലപ്പെട്ടതാക്കുന്നത്. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കുക എന്ന് നിർദ്ദേശിച്ച കർത്താവ് എന്താണ് ദൈവത്തിൻ്റേതായി നമ്മിലുള്ളത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വസ്തതയാണ് മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. വിശുദ്ധിയാകട്ടെ അവിടുത്തെ ദാനവും. ഇവ ഒന്നിച്ചു ചേരുമ്പോൾ വിവാഹ ജീവിതം മനോഹരമാകുന്നു. ഈ ഉൾക്കാഴ്ചകളെല്ലാം കാറ്റിൽ പരത്തിക്കൊണ്ട് ആധുനിക തലമുറയിൽ കൂടി വരുന്ന അംഗസംഖ്യ വിവാഹത്തെ ഭൗതികവും താൽക്കാലികവുമായ ഉടമ്പടിയാക്കുന്നു. ഏത് സമയത്തും പങ്കുവെച്ച് തിരിച്ചെടുത്തും തിരിച്ചു കൊടുത്തും അവസാനിപ്പിക്കാവുന്ന ഒരു ഉടമ്പടിയായി അതിനെ തരം താഴ്ത്തുന്നു. പരസ്പരമുള്ള വിശ്വസ്തതയെ തെറ്റായി വ്യാഖ്യാനിച്ച് തനിമയ്ക്കും സ്വാതന്ത്ര്യത്തിനും ബലിയേടാക്കുന്നു. അതിൻ്റെ കാലാവധിയെ വെട്ടിച്ചുരുക്കി ഫാഷൻ അനുസരിച്ച് ഊരിവയ്ക്കാവുന്ന വസ്ത്രം പോലെ താൽക്കാലികവും ഉപരിപ്ലവമാക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമ്പന്നരും പ്രതിഭകളും താരങ്ങളുമൊക്കെ കൂടെ വിവാഹ ജീവിതത്തിൽ നിന്നും വഴിപിരിയുമ്പോൾ അതിനെ അപജയം എന്നതിന് പകരം നേട്ടങ്ങളുടെ പട്ടികയിൽ എഴുതി ചേർക്കുന്നു. വിശുദ്ധിയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ഉപരിപ്ലവമാക്കിക്കൊണ്ട് കോസ്മെറ്റിക്സിൻ്റെ പരിമളം പോലെ താൽക്കാലികമായി തീരുന്ന വിവാഹബന്ധത്തെ ബാഹ്യമായി പ്രകടമാക്കുവാൻ അവർ പരിശ്രമിക്കുന്നു.
ശരീരം ആത്മാവിൻ്റെ വാസസ്ഥലം എന്നതിൽ നിന്നും ഒരു വിൽപ്പന ചരക്കായി അതിനെ തരം താഴ്ത്തുന്നു. അതുവഴി ശരീരത്തിലൂടെ ആത്മാവിനെ ആവിഷ്കരിക്കുവാൻ ശരീരത്തിന് സാധിക്കാതെ പോകുന്നു. അതായത് ആത്മാവിന് ആവിഷ്കാര സാധ്യതയും വേദിയും ശരീരത്തിൽ ഇല്ലാതാകുന്നു. തത്വശാസ്ത്രത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും മനഃശാസ്ത്രത്തിൻ്റെയും വേദപുസ്തക പഠനത്തിൻ്റെയും ഉൾക്കാഴ്ചകളെ കൂട്ടിയിണക്കിയാണ് ഞാൻ ഈ ചിന്തകളെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതിലാരെങ്കിലും മുരടിച്ച യാഥാസ്ഥിതികത ഫണ്ടമെൻ്റലിസം കാണുകയാണെങ്കിൽ, അതുപോലെ മാനുഷികാവസ്ഥയിൽ വിട്ടുവീഴ്ചയ്ക്ക് അവസരം കൊടുക്കുന്നില്ല എന്ന വ്യാഖ്യാനി ഉണ്ടാകുകയാണെങ്കിൽ അതിലെനിക്ക് അതിശയമോ നിരാശയോ ഇല്ല. എല്ലാവിധത്തിലും എവിടെയും യുദ്ധസമാനമായ അവസ്ഥാവിശേഷമാണല്ലോ നിലനിൽക്കുന്നത്. ഈ അവസ്ഥാവിശേഷത്തിൻ്റെ ഭാഗമായി വിവാഹ ജീവിതത്തിൻ്റെ ശിഥിലീകരണത്തെയും ഞാൻ കാണുകയാണ്. ബന്ധങ്ങളെല്ലാം താൽക്കാലികവും സ്വാർത്ഥ താല്പര്യത്തോടു കൂടിയുള്ളതുമാകുമ്പോൾ അധികകാലം നിലനിൽക്കുകയില്ല. നമ്മളിന്ന് അസ്തിത്വാത്മകമായി അനുഭവിക്കുന്ന നിസ്സംഗതയും നിസ്സഹായതയും സ്വാർത്ഥതയും ഒക്കെയാണ് ഞാനിവിടെ വിവക്ഷിച്ച അവസ്ഥാവിശേഷത്തിൻ്റെ പരിണതഫലങ്ങൾ. എല്ലാ ബന്ധങ്ങളെയും സെക്സിൻ്റെ മാത്രം ഭാഗമായി കാണേണ്ടതില്ല. മതത്തിലും രാഷ്ട്രീയത്തിലും സാമ്പത്തിക സംവിധാനങ്ങളിലും മേധാവിത്വം കൈക്കൊള്ളുന്നവർ ബന്ധങ്ങളെ വിധേയത്വവും കടപ്പാടും മാത്രമായി വ്യാഖ്യാനിച്ചാൽ അവരും നേരായ വഴിയിൽ നിന്നും വ്യഭിചരിക്കുന്നവരാണ് എന്ന് പറയേണ്ടി വരും. വിവാഹിതർക്ക് മാത്രമല്ല ജീവിതാവസാനം വരെ വിശ്വസ്തത ആവശ്യമായിരിക്കുന്നത്. സമൂഹത്തിനും സഹജീവികൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവയ്ക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവരും വിവാഹ ജീവിതത്തിലെ വിശ്വസ്തത എന്ന പോലെ സമർപ്പണ രംഗങ്ങളിലും വിശ്വസ്തതയും പരിശുദ്ധിയും കാത്തുസൂക്ഷിക്കണമെന്ന ഉൾക്കാഴ്ചയോടെ ഈ വിചിന്തനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കിടയിൽ തുടർ വിചിന്തനങ്ങൾക്കും ചർച്ചകൾക്കും വേദിയൊരുക്കുകയാണ് എൻ്റെ കടമ എന്ന് ഓർത്തുകൊണ്ട് എൻ്റെ ചിന്തകളെ തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഏവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങൾ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഫാദർ ജെയിംസ് പുറത്തേയിൽ CST.